जो पढ़ते हैं एक भाग से आज मनन करने के लिए चाहता हूँ। 20-ാം സങ്കീർത്തനത്തിന്റെ ചില വാക്യങ്ങളാണ് ഇന്ന് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത്. 20वां भजन संगीत उससे कुछ आयतों को आज पढ़ने के लिए चाहता हूँ। യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ. संकट के दिन यहोवा तेरी सुन ले। യാക്കോബിന്റെ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തട്ടെ. याकूब के परमेश्वर के नाम तुझे ऊंचा स्थान पर नियुक्त करे। അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കുമാറാകട്ടെ. वह पवित्र स्थान से तेरी सहायता करे। സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാകട്ടെ. और सियोन से तुझे संभाल ले। നിന്റെ വഴിപാടുകളെ ഒക്കെയും അവൻ ഓർക്കട്ടെ. वह तेरे सब अन्न बलि को स्मरण करे। നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. और तेरी होम बलि को ग्रहण करे। നിന്റെ താല്പര്യമൊക്കെയും അവൻ നിവർത്തിക്കട്ടെ. वह तेरे मन की इच्छाओं को पूरी करे। ഞാൻ ഇതിൽ നിന്നാണ് ചില ഭാഗങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. मैं इनमें से कुछ बातों कहने के लिए आज चाहता हूँ। അതിന്റെ പശ്ചാത്തല ഭാഗങ്ങൾ എഴുതിയിരിക്കുന്നത് സംഖ്യാപുസ്തകം 6-ാം അധ്യായത്തിലാണ്. ये भजन संगीत लिखने का जो कुछ कारण है हम देखते हैं कि गिनती के किताब 6वां अध्याय में 6-ാം അധ്യായത്തിന്റെ 23 മുതലുള്ളതായ ഭാഗങ്ങൾ അവിടെ ഇതേ വചനം അവിടെ കാണാൻ കഴിയുന്നുണ്ട്. गिनती के किताब 6वां अध्याय उसका 23 आयत से हम पढ़ेगा तो वहां पर हम देखते हैं इस वचनों को। അപ്പോൾ മോശ തന്റെ ജനത്തെ അനുഗ്രഹിക്കാനുള്ള കാരണമാണ് ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നത്. मूसा अपने लोगों को आशीष देने का जो कारण है वो मैं बताना चाहता हूँ। ആ കാരണത്തിൽ നിന്ന് ചിലത് ഓർപ്പിക്കുമ്പോൾ തിരുവെഴുത്തിൽ അന്വേഷിച്ച് നോക്കിയാൽ ഇണയില്ലാതെ ഒന്നും പോകുകയില്ല എന്ന് പ്രവാചകൻ വിളിച്ചു പറഞ്ഞു. उनमें से हम अगर परखा जाएगा तो परमेश्वर के वचन एक दूसरे के वचन के साथ जुड़ा हुआ जो नहीं है वैसा कोई वचन नहीं है। അപ്പൊ ഇന്ന് എന്റെ പ്രസംഗ വിഷയം ആ 20-ാം സങ്കീർത്തനവും അത് എഴുതാനുള്ള പശ്ചാത്തല ഭാഗമായ സംഖ്യാപുസ്തകം 6-ാം അധ്യായത്തിന്റെ 23 മുതലുള്ള ഭാഗങ്ങള് അതിൽ നിന്നാണ് എനിക്ക് ശുശ്രൂഷിക്കാൻ എന്നുള്ളത്. आज मेरा जो विषय है ये है कि भजन संगीत 20वां अध्याय में जो लिखा हुआ है और उसी वो वचन लिखने का जो कारण है गिनती की किताब 6वां अध्याय उसके 23 आयतों से हम जो पढ़ते हैं उसी भागों से आज मनन करना चाहता हूँ। അതിന് മുമ്പുള്ളതായ 2 കാരണങ്ങളൂടെ പറഞ്ഞ് ആ ഭാഗത്തേക്ക് വരാം. उनके पहले से 2 कारण मैं बोलकर इस विषय में आएंगे. അത് ലേവ്യാപുസ്തകം 27-ാം അധ്യായത്തിന്റെ 28 മുതലുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ ലേവ്യാപുസ്തകം 27-ാം അധ്യായത്തിന്റെ 28 മുതലുള്ള ഭാഗങ്ങൾ लेवी व्यवस्था उसके 27वां अध्याय उसके 28 आयतों से हम देखेंगे तो वहां मिलते हैं. ഒരുത്തൻ തനിക്ക് ആള്, മൃഗം, അവകാശ നിലം മുതലായി യഹോവയ്ക്ക് കൊടുക്കുന്ന യാതൊരു ശപഥാർപ്പിതവും വിൽക്കുകയോ വീണ്ടെടുക്കുകയോ ചെയ്തുകൂടാ. यहाँ पर ऐसा कहता है कि परंतु अपनी सारे वस्तुओं में से जो कुछ कोई यहोवा के लिए मनुष्य हो चाहे पशु चाहे उसकी निज भूमि को खेत हो ऐसी कोई अर्पण की वस्तु ना तो भेजी जाए और ना चुड़ाई जाए. ശപഥാർപ്പിതമൊക്കെയും യഹോവയ്ക്ക് അതിവിശുദ്ധം ആകുന്നു. जो कुछ अर्पण किया जाए वह यहोवा के लिए परम पवित्र ठहरे. മനുഷ്യവർഗത്തിൽ നിന്ന് ശപഥാർപ്പിതമായി കൊടുക്കുന്ന ആരെയും വീണ്ടെടുക്കാതെ കൊന്നുകളയണം. मनुष्य में से जो कोई अर्पण किया जाए वह चुड़ाया ना जाए, निश्चय वह मार डाला जाए. അത് ഗലാത്യ ലേഖനത്തിലാണ് 3-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിലാണ് ആ വചനം എഴുതിയിരിക്കുന്നത്. गलातियों के पत्र 3 अध्याय उसके 12 आयत में यह वचन लिखा हुआ है. മരത്തിന്മേൽ തൂങ്ങി മരിക്കുന്നതെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നു. അതുപോലെ യേശു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു.
मसीह ने जो हमारे लिए श्रापित बना, हमें मोल लेकर व्यवस्था आया, क्योंकि लिखा है जो कोई काट पर लटकाया जाता है वह श्रापित है। അപ്പോൾ മരത്തിന്മേൽ ഒരാൾ തൂങ്ങി മരിച്ചാൽ അത് ശാപമാണ്. जो कोई काट पर लटकाया जाता है या जो फांसी लिया देता है वो श्रापित है। അത് ആവർത്തന പുസ്തകം 21-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. व्यवस्था विवरण उसके 21 अध्याय उसके 22 आयत में ये लिखा हुआ है, ഒരുത്തൻ മരണയോഗ്യമായ ഒരു പാപം ചെയ്തിട്ട് 22-ാം വാക്യം, ആവർത്തനം 21-22. यदि किसी से प्राण दंड के योग्य कोई पाप हुआ है, അവനെ കൊന്ന് ഒരു മരത്തിൽ തൂക്കിയാൽ जिसे वह मर डाला जाए, അവന്റെ ശവം മരത്തിന്മേൽ രാത്രി മുഴുവൻ ഇരിക്കരുത്. और तो उसके लौत को वृक्ष पर लटका दे, तो वह लौत रात को वृक्ष पर टंगी ना रहे। അന്ന് തന്നെ അത് കുഴിച്ചിടണം. अवश्य उसी दिन उसे मिट्टी देना। തൂങ്ങി മരിച്ചവൻ ദൈവസന്നിധിയിൽ ശാപഗ്രസ്തനാകുന്നു. क्योंकि जो लटकाया गया हो वह परमेश्वर की ओर से शापित ठहरता है। നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശം നീ അശുദ്ധമാക്കരുതെന്ന് പറഞ്ഞു. इसलिए जो देश तेरा परमेश्वर यहोवा तेरा भाग करके देता है उसकी भूमि को अशुद्ध ना करना। ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞത് മരത്തിന്മേൽ ആരെങ്കിലും തൂങ്ങി മരിക്കുന്നെങ്കിൽ അവൻ ശാപഗ്രസ്തനാണ്. गलातियों के पत्र में हम पढ़ते हैं कि जो कोई खाट पे लटकाया जाता है, जो लटकाए जाने वाला श्रापित है करके वचन कहते हैं। അപ്പോൾ പൗലോസ് പറയുകയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ശാപമാണ് അവൻ ചുമലിന്മേൽ എടുത്തത്. तो पौलुस यही कहता है कि हम हर एक लोगों का जो श्राप उसने अपने कंधों पर ले लिया है। അപ്പോൾ മനുഷ്യവർഗത്തിൽ നിന്ന് ഒരുത്തരം ശാപഗ്രസ്തനാകുന്നു എങ്കിൽ എന്നാണ് ലേവ്യ പുസ്തകത്തിൽ വായിച്ചത്. क्यों लटकाया जाता है वो श्रापित है करके लेवी व्यवस्था में पढ़ा है। അപ്പോൾ ആ കർത്താവായ യേശു ക്രിസ്തുവിനെ അവര് ക്രൂശിക്കുമ്പോൾ तो प्रभु यीशु मसीह को वह क्रूस पर चढ़ाने के समय ആ ശവം ക്രൂശിന്മേൽ കിടക്ക അരുത് എന്നാണ് ന്യായപ്രമാണം പറയുന്നത്. उस जो लौत है हमें उसको क्रूस पे ऐसा ही लटकाया हुआ ना रखना है, ये व्यवस्था करते हैं। അപ്പോ അടുത്ത ദിവസം ശബത്ത് ദിവസമാണ്. क्योंकि दूसरा दिन है जो शबत का दिन है, അത് ശനിയാഴ്ചയാണ്. वह शनिवार के दिन है। അപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുന്നത് ആ ശബത്ത് വലുതും ശബത്തിന്റെ ആരംഭവുമായതുകൊണ്ട് ശവം ക്രൂശിന്മേൽ നിന്ന് ഇറക്കണമെന്ന് അവര് പ്ലാൻ ചെയ്തു. लूका का सुसमाचार में हम यही पढ़ाया जाता है कि उसी जो शबत है वो शबत का दिन है, केवल शबत नहीं है, वो बड़ा शबत का शुरुआत का दिन है। इसी कारण क्रूस पर उस शव को ना रखना है, उसे उतारने के लिए उन्होंने योजना की है। അപ്പോൾ വെള്ളിയാഴ്ച ആണ് ഈ ദിവസം, വെള്ളിയാഴ്ച. तो उन्हें जो लटकाया हुआ वो दिन है शुक्रवार के दिन। അപ്പോൾ അവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിൽ നിന്ന് ഇറക്കുവാൻ അവര് പോയി ചോദിച്ചു ക്രൂശിന്മേൽ നിന്ന് ഇറക്കുന്ന കാര്യം. तो उन्होंने जाकर उन अधिकारियों से यही पूछा है कि यीशु मसीह को क्रूस से उतरवाए। ഞങ്ങളുടെ പ്രമാണത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. हमारा व्यवस्था में ऐसा लिखा हुआ है करके उन्होंने कहा। മാനവജാതിക്ക് വേണ്ടി ശാപഗ്രസ്തനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരം ക്രൂശിന്മേൽ കിടക്കാൻ പാടില്ല. सारे मानव राशि के पापों के लिए मर गया हुआ यीशु मसीह का जो शरीर है क्रूस पर ऐसा लटकाया हुआ ना रहना है। അത് പൗലോസ് പറയുന്നത് ഈ ലോകത്തിന് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ സംഭവിക്കണമെന്ന് ദൈവം തമ്പുരാന്റെ ഹൃദയത്തിൽ നിർണയിച്ചതായിരുന്നു.
पौलुस कहता है कि इस दुनिया के स्थापन करने के पहले से परमेश्वर अपने हृदय में योजना किया हुआ एक विषय है ये बातें। അപ്പോൾ നമുക്ക് വേണ്ടിയാണ് കർത്താവ് ശാപഗ്രസ്തനായത്. तो यीशु मसीह हमारे लिए श्रापित बन गया है। ഞാൻ പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധിച്ചെങ്കിലേ ഇത് പിടികിട്ടത്തുള്ളൂ. मैं जो बोलता हूँ आप ध्यान देगा तो आपको यह समझ में आएंगे। അപ്പോൾ കർത്താവിന്റെ മരണം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്, രക്ഷയ്ക്ക് കാരണമാണ്. और यीशु मसीह का जो मृत्यु हुआ है हमारा उद्धार के कारण बन गया है। ലേവ്യ പുസ്തകം 27 അധ്യായത്തിൽ താഴോട്ട് 30 വാക്യം വരുമ്പോൾ लेवी के किताब उसकी 27 अध्याय आमीन उसके 30 आयत में हम आएगा तो നിലത്തിലെ വിത്തിലും വൃക്ഷത്തിന്റെ ഫലത്തിലും ദേശത്തിലെ ദശാംശമൊക്കെയും യഹോവയ്ക്കുള്ളതാകുന്നു എന്ന് പറഞ്ഞു. फिर भूमि की उपज का सारा दशवांश चाहे वह भूमि का बीज हो चाहे वृक्ष का फल वह यहोवा ही के है, वह यहोवा के लिए पवित्र ठहरे। ആരെങ്കിലും തന്റെ ദശാംശത്തിൽ ഏതായാലും വീണ്ടെടുക്കുന്നു എങ്കിൽ അതിനോട് 5-1 കൂടെ ചേർത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. यदि कोई अपने दशांश में से कुछ चुड़ाना चाहे तो 5वां भाग बढ़ाकर उसको चुड़ाए। 1000 രൂപ ഉള്ള ഒരാൾ 100 രൂപയാണ് അവരുടെ ദശാംശം. जो 1000 रुपये एक जन को मिलता है तो उसका दशवांश है 100 रुपया। അപ്പോൾ ആ 100 രൂപ അവരെടുത്ത് പാല് മേടിക്കാനോ പിള്ളേരുടെ പഠനത്തിനോ മറ്റാവശ്യത്തിനോ എടുത്താൽ അടുത്ത ആഴ്ചയിൽ ആലയത്തിൽ ചെല്ലുമ്പോൾ അതിന്റെ 5-1 കൂടെ ചേർത്ത് കൊടുക്കണം, 120 രൂപ കൊടുക്കണം. तो ये 100 रुपया अगर यदि वह खर्च किया गया अपने परिवार के लिए या अपने कुछ काम के लिए इस्तेमाल किया है तो अगला हफ्ता चर्च में जाने के समय उसका 5 में से 1 भाग बढ़ाकर 120 रुपया करके उन्हें लौटाना है। പിന്നെ ആ മാസത്തിലെ 100 രൂപ അവിടെ കൊടുക്കണം. फिर उस महीना का दूसरा महीना का भी वहां देना है। അങ്ങനെ കൊടുക്കുകയാണെന്ന് വരിയില് ഇന്ന് തുക മുഴുവൻ ആലയത്തിൽ വരും. अगर ऐसा करना शुरू करेगा तो आज सारे पैसा कलीसिया में आ जाएंगे। ബാക്കിയുള്ളത് നിങ്ങൾ ചിന്തിച്ചാ മതി. सॉरी, ബാക്കിയുള്ളത് നമ്മൾ ചിന്തിച്ചാ മതി. बाकी जो बातों को हम सोचेगा तो काफी है। അപ്പോൾ 5-1 കൂടെ ചേർത്ത് കൊടുക്കണമെന്നുള്ള പ്രമാണവും ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ചില പ്രമാണം, അതായത് 21-20 ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ചില പ്രമാണം കൂടെ ചേർത്ത് ലേവ്യ പുസ്തകം 27-31 മുതലും ഇങ്ങനെയുള്ള വാക്യങ്ങൾ കൂട്ടി ഇണക്കി ഇസ്രായേൽ മക്കള് ദശാംശമാലയത്തിൽ കൊണ്ടുവരണമായിരുന്നു. आमीन। व्यवस्था विवरण में लिखा और लेवी व्यवस्था 27वां अध्याय 21 से जो लिखा हुआ है ये दोनों मिलाकर इस्राएल लोग कलीसिया में ले आना जरूरी है। നമ്മൾ ലൂക്കോസിന് സുവിശേഷം 19 അധ്യായം നന്നായി പഠിച്ചവരും പഠിക്കുന്നവരുമാണ്. लूका का सुसमाचार 19वां अध्याय हम अच्छी तरह से पढ़ने वाला और पढ़ा हुआ है। അവിടെ സക്കായിയെ കുറിച്ച് എല്ലാവരും പറഞ്ഞു കേൾപ്പിക്കും. वहां पर जगाई के बारे में सभी लोग जब बोल के सुना देता है, യേശു സക്കായിയോട് പറഞ്ഞു, നീ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന്. हमें यीशु जगाई से यही कहा है कि ये जगाई जल्दी उतरा, मैं आज तेरे घर में रहना चाहता हूँ। സക്കായി ടാക്സ് കളക്ടറാണ്. जगाई है हमें जो टैक्स कलेक्ट करने वाला है। അവന്റെ അടുത്ത് ആരും സാധാരണ ആരും ചെല്ലത്തില്ല. അവൻ ഇങ്ങനെയുള്ള പെശകുള്ളവനായതുകൊണ്ട് മാറ്റി നിർത്തുന്ന ഒരു കൂട്ടരാണ് ടാക്സ് കളക്ടർമാർ. हमें ये जो चुंगी वसूल करने वाला व्यक्ति है उन लोगों को दूर खड़ा करता है, अपने पास कोई लेना नहीं चाहता है, उनके पास कोई जाता भी नहीं है क्योंकि वो चुंगी लेने वाला है। കർത്താവ് സക്കായിയോട് പറഞ്ഞു, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കാൻ ആഗ്രഹിക്കുക. आमीन। यीशु ने जगाई से कहा है कि आज मैं तेरा घर में रहना चाहता हूँ। അപ്പോൾ ആ സക്കായി ബന്ധപ്പെട്ട് ഇറങ്ങി വന്നപ്പോൾ പെട്ടെന്ന് ന്യായപ്രമാണം തനിക്ക് ഓർമ്മ വന്നു. तो जगाई हमें तुरंत उत्तर की आया, तब उसको व्यवस्था के बारे में याद आया। സക്കായി അതിന്റെ 8-ാം വാക്യത്തില് സക്കായി പറയുന്നു,
കർത്താവേ എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. जगाई खड़ा होकर प्रभु से कहा, ए प्रभु देख मैं अपनी आधी संपत्ति कंगालों को देता हूँ। ഞാൻ ചതിച്ചു മേടിച്ചതിന് 4 മടങ്ങ് കൊടുക്കുന്നു. और यदि किसी का कुछ भी अन्याय करके ले लिया है तो उसे जो 4 गुना फिरा देता हूँ। എന്റെ ദശാംശം എടുത്ത് മാറ്റി വെച്ചാൽ 5-1 കൂടെ കൂടുതൽ കൊടുക്കണമെന്നാ പറഞ്ഞത്. मेरा दशांश अगर मैं निकाल के रखा है तो उसमें से 5वां में से एक भाग बढ़ा के देना है करके वचन कहते हैं। ഇവൻ കൈക്കൂലിയായി മേടിച്ചത് കൊണ്ടായി അന്യായ സമ്പത്ത് മുഴുവൻ ഉണ്ടാക്കിയത്. किसी ने जो तनख्वाह लेके बहुत सारे संपत्तियों को इकट्ठा किया है, അപ്പോൾ അതിന്റെ പാതി ദൈവനാമത്തിന് കൊടുത്തേക്കാമെന്ന് പറഞ്ഞു. तो उसने कहा इसका आधा भाग मैं परमेश्वर के नाम से देता। പിന്നെ എനിക്കുള്ളതിന്റെ 4 മടങ്ങ് കൊടുത്തേക്കാമെന്ന് പറഞ്ഞു. वापस जो मेरे पास है उसका जो लिया हुआ है उसके 4 गुना फिरा देता हूँ। അപ്പോൾ ഇവിടെ കർത്താവ് പറയാണ് നീയും അബ്രഹാമിന്റെ കുടുംബത്തിൽപ്പെട്ടവനാണെന്ന് പറഞ്ഞു. तो यीशु ने उनसे कहा है कि तू भी अब्राहम के संतान है। പാരമ്പര്യമായി അബ്രഹാമിന്റെ കുടുംബത്തിലെ ആളാണ്. जो परंपरा से देखिएगा तो ये परिवार की व्यक्ति है। എന്നാൽ ആണ് എന്ന് പറഞ്ഞാലും അവൻ ഈ പ്രവൃത്തി ചെയ്യുന്ന ആളായതുകൊണ്ട് അവന് ദൈവസന്നിധി വരാൻ യോഗ്യതയില്ല. हमें तो भी इसने जो काम करते हैं उसी काम के द्वारा परमेश्वर के चरणों में आने के लिए वह योग्य नहीं है। നമ്മൾ ലേവ്യ പുസ്തകത്തിൽ വായിച്ചത് അങ്ങനെയാണ്. हम लेवी व्यवस्था में हम यही पढ़ा है। ആരെങ്കിലും വൃക്ഷത്തിൻ്റെതാകട്ടെ നിലത്തിൻ്റെതാകട്ടെ ഏതിൻ്റെയെങ്കിലും നീ എടുത്തു മാറ്റി വെച്ചാൽ അത് നിനക്ക് ശാപമായി തീരും എന്നാണ് ലേവ്യ പുസ്തകത്തിൽ വായിച്ചത്. अगर जो कोई वृक्ष का हो या जमीन का हो अपने निज भूमि का हो कुछ भी निकाल कर रखा है तो आमेन वो परमेश्वर का इस चरणों में योग्य नहीं है करके कहा है। അപ്പൊ പഠിച്ച ആളാണ് ഈ സക്കായി. പ്രമാണം പഠിച്ച ആളാണ് സക്കായി. जगाई व्यवस्था को सीखा हुआ व्यक्ति है। ആ പ്രമാണം പഠിച്ചത് കൊണ്ടാ പറഞ്ഞത് അന്യായമായി എടുത്തതിന്റെ പകുതി കൊടുത്തേക്കാം. उस व्यवस्था को जाना हुआ जो जगाई कहते हैं मैंने जो कुछ लिया हुआ है उसके 4 गुना वापस मैं देता हूँ। ഞാന് അടിച്ചു മാറ്റിയതിൻ്റെതും കൊടുക്കാതിരുന്നതിൻ്റെതും അങ്ങനെയുള്ളതിന്റെ 4 മടങ്ങ് കൊടുക്കാമെന്ന് പറഞ്ഞു. मैंने जो अन्याय से लिया है या मैं छुपा के जो कुछ जमा करके रखा है उसका 4 गुना मैं फिरा देता हूँ। ഇന്നങ്ങനെ പോകാവുന്നവരെ പെന്തക്കോസ്ത് സഭകൾ വർദ്ധിച്ചു വലിയ സഭകളായി മാറും. अगर आज ऐसा करना शुरू करेगा तो पेंतकोस्त की जो कलीसिया है आमेन ऐसा बढ़कर बढ़कर बड़ा कलीसिया बन जाएंगे। ഉത്തരഭാരതത്തിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന വേലക്കാര് ഈ കേരളീയർ മുഴുവൻ ഉത്തരഭാരതത്തിലോട്ട് ചെന്ന് കയറും. हमें उत्तर भारत में हमें जो सेवा करने वाले लोगों के बीच में केरला के सभी लोग वहां पर चले जाते हैं। ഒരു കാലത്ത് സേവനം ചെയ്യാൻ ഉത്തരഭാരതത്തിൽ ദൈവദാസന്മാര് പോയി. एक समय में उत्तर भारत में जाके सेवा करने के लिए बहुत सारे लोग चले गए हैं। എന്നാൽ ഇവരെ കാണിച്ചു മാന്യമാര് സക്കായി പിടിച്ചു പറിച്ചു പോലെ മുഴുവൻ പിടിച്ചു പറിച്ച് അവര് സമ്പന്നന്മാരായി. लेकिन इन्हें जो जगाई के समान वहां के लोगों को दिखा के आमेन पैसा कमा के जमा करके उन जो लोग बीच में खड़ा है उन लोग बड़ा संपन्न लोग बन गया। ദൈവദാസന്മാര് പട്ടിണി കിടക്കാൻ തുടങ്ങുമ്പോൾ കേരളത്തിലേക്ക് വരാൻ തുടങ്ങി. परमेश्वर के दास लोग जब भूखा पड़े रहने लगा तभी वो लौटाने शुरू किया। അപ്പോൾ യേശു അവരുടെ വീട്ടിലില്ല എന്നുള്ളത് വചന സത്യമാണ്. യേശു മഹാന്മാരുടെ വീട്ടിലില്ല എന്നുള്ളത് സത്യമാണ്. यीशु इन बड़े बड़े लोगों के घर में नहीं है वो सच्चाई की बात है। അപ്പോൾ ഇവരും പറയുന്നു യേശു കൂടുണ്ടെന്നാ പറയുന്നത്. लेकिन इन्होंने ऐसा कहता है कि यीशु मसीह साथ में है। ഇനി സംഖ്യാപുസ്തകത്തിലേക്ക് വരാം. अभी हम गिनती के किताब में आएंगे। അവിടെ 6-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ പറഞ്ഞു, इधर 6वां अध्याय
6 23-ാം വാക്യം 23-ാം വാക്യം. 6वां अध्याय उसके 23वां आयत में ये कहा है, നീ അഹരോനോടും പുത്രന്മാരോടും പറയേണ്ടത്, നിങ്ങൾ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ചു ചൊല്ലേണ്ടത് എന്തെന്നാൽ, हारून और उसके पुत्रों से कह कि तुम इसराइलियों के इन वचनों से आशीर्वाद दिया करना कि മോശ തിരുനിവാസം നിവർത്തു. മോശ 27-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. आमेन। मूसा ने जब निवास को जब बढ़ाया, അതും അതിന്റെ ഉപകരണങ്ങളൊക്കെ അഭിഷേകം ചെയ്തു. उसने उस निवास को खड़ा किया और उसके सारे सामान समेत उसका अभिषेक करके उसको पवित्र किया. 3-ാം വാക്യം വന്നപ്പോൾ, जब तीसरा आयत में आने के समय 7-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തില് गिनती 7 अध्याय उसके तीसरा आयत, അവർ വഴിപാടായിട്ട് ഈ 2 പ്രഭുക്കന്മാർ ഓരോ വണ്ടിയും ഓരോരുത്തരും ഓരോ കാളയും ഇങ്ങനെ കൂടുള്ള 6 വണ്ടിയും 12 കാളയും യഹോവയുടെ സന്നദ്ധിയിൽ തിരുനിവാസത്തിന് മുമ്പിൽ കൊണ്ടുവന്നു. वे यहोवा के सामने भेंट ले आए और उनकी भेंट 6 चाई हुई गाड़ियां और 12 बैल थे, अर्थात 2-2 प्रधान की ओर से 1-1 गाड़ी और 1-1 प्रधान की ओर से 1-1 बैल, इन्हें वे निवास के सामने यहोवा के समीप ले आए. അപ്പൊ ഇന്നത്തെ പിക്കപ്പ് വണ്ടി ആയിരുന്നു അന്നത്തെ കാളവണ്ടി. आज का पिकअप जो वंडी. पिकअप वैन है, प्रेज़ द लॉर्ड, है उस समय का बैलगाड़ी. അപ്പോൾ അന്നത്തെ സാധനങ്ങൾ വഹിക്കുന്നതാണ് കാളവണ്ടി. क्योंकि उस समय सारे सामान को जो लेके आता है ये बैलगाड़ी. പഴയ ആൾക്കാർക്ക് കാളവണ്ടി എന്ന് പറഞ്ഞാൽ അറിയാം എന്താവാന്ന്. जो पुराना लोग समझता है कि बैलगाड़ी बोलेगा तो क्या है. ഉത്തര ഭാരതത്തിലുള്ളവർക്ക് കുതിരവണ്ടി എന്ന് പറഞ്ഞാൽ അറിയാം. जब उत्तर भारत में रहने वाले लोगों से घोड़ा गाड़ी बोलेगा तो जल्दी समझ में आएगी. അപ്പോ അതുപോലെ തന്നെ കാളവണ്ടി ഉണ്ട്. वैसा ही बैलगाड़ी है. അപ്പോൾ ആ കാളവണ്ടിക്ക് കൂടുള്ള വണ്ടിയുണ്ട്, കൂടില്ലാത്ത വണ്ടിയുണ്ട്. उस बैलगाड़ी में पूरा कवरिंग करके ये खुला गाड़ी भी है. അതിനെ ഹിന്ദിയില് ചായി ഹുയി ഗാഡിയോ എന്നാണ്. കൂടുള്ള മേലെ കൂടുള്ള വണ്ടി. ऊपर से ढके हुए जो गाड़ी है उसको जो छाई हुई गाड़ी कहते हैं. ഞാൻ കാളവണ്ടി കണ്ടിട്ടുണ്ട്, അതേ കേറിയിട്ടുമുണ്ട്. मैं वो बैलगाड़ी देखा भी है, उसमें सवारी भी किया है. അന്നത്തെ ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാളവണ്ടിയായിരുന്നു. उस समय जो सवारी करने के लिए बैलगाड़ी को इस्तेमाल किया जाता था. അപ്പോൾ അത് കൂടുള്ളത് കൊണ്ട് കൂടില്ലാത്തത് കൊണ്ട് ഞങ്ങൾ അയൽവക്കത്ത് പലർക്കുണ്ടായിരുന്നത്. में ढका हुआ भी है और ना ढका हुआ गाड़ी भी उस समय है. ആ കാളവണ്ടി ഞാൻ ഗുജറാത്തിൽ കണ്ടിട്ടുണ്ട്. उस बैलगाड़ी को मैंने गुजरात में भी देखा है. അപ്പോൾ മോശ ജനത്തോട് പറഞ്ഞു, तो मूसा ने लोगों से ये कहा है कि നിങ്ങളെ പ്രാപ്തിയുള്ളവർ 2 പേര് കൂടി 2 കാളയെയും ഒരു കൂടുള്ള വണ്ടിയും 2 പേര് കൂടി ആലയത്തിൽ കൊണ്ടുവരണം. वैसे कहा है तुम्हारे पास जो आमेन है, जो प्राप्त है, वो व्यक्ति 2 जन मिलकर 2 बैलगाड़ी को, ढके हुए बैलगाड़ी को 2 बैल के साथ ले आना है. അപ്പോൾ ഒറ്റയ്ക്ക് വേണ്ട, 2 പേര് കൂടി കൊടുക്കണം. तो अकेला नहीं है, 2 जन मिलकर आना है. നമ്മുടെ തോമസ് മാസ്റ്റർ കഴിഞ്ഞിടയ്ക്ക് കേരളത്തിൽ വന്ന് അടൂർ ഒരു ഫോളോ മീറ്റിംഗ് നടത്തി. तुमसन पास्टर ने अभी बीच में अडूर में आके एक सभा चलाया है. അവിടുത്തെ പാസ്റ്റർക്ക് ഒരു നല്ല വാന് മേടിച്ചു കൊടുത്തു കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി. वहां के जो प्रभु के सेवक को एक गाड़ी लाके दिया है, ये वैन लाके दिया है कि वहां सेवकाई करने के लिए. ഞാനും കൈവച്ച് പ്രാർത്ഥിച്ചു. मैं भी उसमें हाथ रख के प्रार्थना किया. ഇന്ന് ഓരോ വാനോ അല്ലെ ജീപ്പോ കാറോ ഒക്കെയാ കർത്താവിന്റെ വേലയ്ക്ക് മേടിച്ചു കൊടുക്കുന്നത്. आज परमेश्वर का सेवकाई के लिए वैसा गाड़ी या जीप खरीद करके देता है. എന്നാൽ അന്ന് കാളവണ്ടിയാണ് മേടിച്ചു കൊടുക്കുന്നത്.
लेकिन उस समय जो है बैलगाड़ी को लाके देते थे। അപ്പോൾ ഇവിടെ മൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, यहाँ पर तीसरा आयत में ये कहता है कि അവർ വഴിപാടായിട്ട് ഈ രണ്ട് പ്രഭുക്കന്മാർ ഓരോ വണ്ടിയും ഓരോരുത്തൻ ഓരോ കാളയും ഇങ്ങനെ കൂടുള്ള 6 വണ്ടിയും 12 കാളയും യഹോവയുടെ സന്നിധിയിൽ തിരുനിവാസത്തിന് മുമ്പിൽ കൊണ്ടുവന്നു. वे यहोवा के सामने भेंट ले आए और उनकी भेंट 6 चाई हुई गाड़ियां और 12 बैल थे, अर्थात 2-2 प्रधान की ओर से एक-एक गाड़ी और एक-एक प्रधान की ओर से एक-एक बैल उन्होंने वे निवास के सामने यहोवा के समीप ले गए। അപ്പോൾ യഹോവ മോശയോട്, यहोवा ने मूसा से कहा, അവരുടെ പക്കൽ നിന്ന് അവ വാങ്ങുക എന്ന് പറഞ്ഞു. उनके वस्तुओं को उनसे ले ले। അവ സമാഗമന കൂടാരത്തിന്റെ ഉപയോഗത്തിന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. कि मिलाप वाले तंबू के बर्तन में काम आए। ഞാൻ 20-ാം സങ്കീർത്തനത്തിന്റെ ഭാഗം ആ പശ്ചാത്തലമായി വായിക്കുന്നത്. मैं 20वां भजन संगीत का जो लिखने के कारण के बारे में यहाँ पर पढ़ता हूँ। അത് സമാഗമന കൂടാരത്തിന്റെ ഉപയോഗത്തിന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. ये मिलाप वाला तंबू के जो बर्तनों में कामों में आए करके प्रभु कहा है। അവയെ ലേവ്യരിൽ ഓരോരുത്തരെ അവനവന്റെ വേലയ്ക്ക് തക്കവണ്ണം കൊടുക്കണമെന്ന് പറഞ്ഞു. तो तू उन्हें लेवियों के एक-एक कुल के विशेष सेवकाई के अनुसार उनको बांट दे। മോശ വണ്ടികളെയും കാളകളെയും വാങ്ങി ലേവ്യർക്ക് കൊടുത്തു. तो मूसा ने वे सब गाड़ियां और बैल लेकर लेवियों को दे दिया। 2 വണ്ടിയും 4 കാളയോറ് ഗേർശോന്യർക്കും അവരുടെ വേലയ്ക്കും തക്കവണ്ണം കൊടുത്തു. गर्शनियों को उनकी सेवकाई के अनुसार उसने 2 गाड़ियां और 4 बैल दिए। 4 വണ്ടിയും 8 കാളയെയും അവൻ മെരാരിയർക്കും പുരോഹിതനായ അഹരോന്റെ പുത്രന്മാർക്കും കൊടുത്തു. और मरारियों को उनकी सेवकाई के अनुसार उसने 4 गाड़ियां और 8 बैल दिए। ये सब हारून याजक के पुत्र पितामह के अधिकार में किए हैं। കെഹാത്യർക്ക് അവനൊന്നും കൊടുത്തില്ല. കെഹാത്യർക്ക് 9-ാം വാക്യം, കെഹാത്യർക്ക് कुछ ना दिया। കെഹാത്യർക്ക് അവനൊന്നും കൊടുത്തില്ല. അവരുടെ വേല വിശുദ്ധ മന്ദിരം സംബന്ധിച്ചുള്ളതും തോളിൽ ചുമക്കുന്നതും ആയിരുന്നു. और कहातियों को उसने कुछ न दिया, क्योंकि उनके लिए पवित्र वस्तुओं की यह सेवकाई थी कि वह उसे अपने कंधों पर उठा लिया करे। അപ്പോൾ ചിലരങ്ങ് വേലയെ കുറിച്ചങ്ങ് വലിയ ഭാരത്തോടെ പറയുന്നത് മുഴുവനും ഇന്ത്യയിലെ വേല മുഴുവൻ എന്റെ തോളയിലായിരിക്കുന്നെന്ന് പറഞ്ഞാൽ ഇവര് പോകുന്ന. हाँ, कुछ लोग ये कहता है कि भारत के सारे सेवकाइयां मेरे कंधों पर है करके बोल के जाते हैं। അപ്പോൾ ഈ കെഹാത്യർക്ക് അവനൊന്നും കൊടുത്തില്ലെന്ന്. वो कहाती लोगों को वो कुछ नहीं दिया करके लिखा है। കാരണം ഈ ചുമതല അവരുടെ ചുമലിൽ വഹിക്കേണ്ടതാണ്, തോളെ കൊണ്ടുപോകേണ്ടതാ. क्योंकि ये सब कुछ उनके कंधों पर लेके जाने का था। കർത്താവിന്റെ വേലക്കാരൻ ചുമക്കേണ്ടതായ ചുമടുകളുണ്ട്. जो प्रभु का सेवक लोग अपने कंधों पर उठाने का कुछ सेवकाइयां हैं। വണ്ടിയെ കൊണ്ടുപോകേണ്ട സാധനങ്ങളുണ്ട്. गाड़ियों में लेके जाने वाला कुछ काम है। അവരെ നിയോഗിച്ച കാര്യത്തിന് അവർ തന്നെ നിൽക്കണം അവിടെ. उन्हें जो नियुक्त किया हुआ कामों के लिए उन्हीं व्यक्ति वहां खड़ा होना जरूरी है। കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പിരിച്ച കാശ് സ്വന്തം കുടുംബത്തിന്റെ കാര്യത്തിൽ എടുക്കരുത്. प्रभु का सेवकाई के लिए जो इकट्ठा किया हुआ जो पैसा है वो अपना परिवार के लिए ना लेना है। ഇങ്ങനെ എടുത്ത ഒരു മനുഷ്യനായിരുന്നു സക്കായി. ऐसा जो किया हुआ एक व्यक्ति था जकाई। യേശുവിന്റെ വീട്ടിൽ വന്നപ്പോൾ അവൻ പറയുകയാണ്, ഞാൻ അന്യായമായി എടുത്തതാ, അതിന്റെ പകുതി ഞാൻ കൊടുത്തേക്കാമെന്ന് പറഞ്ഞു.
यीशु उनके घर में आने के समय जकाई ने ये कहा है कि मैंने जो अन्याय से लिया हुआ है उसके 4 गुना मैं वापस देता हूँ। എന്റെ സ്വത്തിന് ഞാൻ പാതി കൊടുക്കുന്നു, അത് മാത്രമല്ല പിടിച്ചു പറിച്ചതിന് 5 കൂടെ ചേർത്ത് കൊടുക്കുന്നു, 4 മടങ്ങൂടെ കൊടുക്കാവെന്ന് പറഞ്ഞു. मेरा संपत्ति का आधा भाग मैं कंगालों को बांट दूंगा, केवल ये नहीं है कि मैं जो अन्याय से लिया हुआ है उसके 4 गुना मैं वापस देता हूँ। അങ്ങനെയാണെങ്കിൽ മാനസാന്തരപ്പെട്ടവർ എത്ര പേരുണ്ട്? आमीन। ऐसा मन फिराया हुआ कितना लोग हैं? അയ്യോ, ഹൈസ്കൂളിൽ 4 വർഷം പഠിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ ഭൂമി മുഴുവൻ അവന്റെ കീഴിലാകണമെന്ന്. जो बाइबल कॉलेज में 4 साल पढ़ के आएगा तो फिर ये सोच रहा है कि पूरा धरती उनके पांवों तले आना चाहिए। ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ ചിന്തിച്ചാ മതി. बाकी बातों को आप ही सोचना। അപ്പോൾ മെരാരിയർക്ക് കെഹാത്യർക്ക് ഒന്നും കൊടുത്തില്ല. तो यहाँ कहता है कि और जो कहातियों के है उन्हें कुछ ना दिया। കാരണം അവർ തോളയിൽ വഹിക്കേണ്ടതാണിത്. कारण यही है कि वो सब कुछ अपने कंधों पर लेना जरूरी है। അപ്പോൾ ഇങ്ങനെ അവര് ചെയ്തു. മോശ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ചു. मगर ऐसा ही करके मूसा ने इस्राएल लोगों को आशीष किया। ഇനിയും 6-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം നോക്കാം. 6:23. अभी 6वां अध्याय उसका 23वां आयत में हम आएंगे। നീ അഹരോനോട് പുത്രന്മാരോട് പറയേണ്ടത്, हमें तो हारून और उनके संतान से यह कहना, നിങ്ങൾ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ചു ചൊല്ലേണ്ടത്. इस्राएलियों को इन वचनों से आशीर्वाद दिया करना कि ദൈവനാമത്തിന് കൊടുക്കുന്നവനെ അനുഗ്രഹിക്കണമെന്നാണ് തിരുവചനം പറയുന്നത്. परमेश्वर के नाम से देने वालों को आशीष देना है, ये परमेश्वर के वचन कहते हैं। ഇന്ന് ദൈവമക്കളെ ഒരു സഹായം ദൈവദാസന്മാർക്ക് കൊടുത്തു കഴിയുമ്പോൾ, आज परमेश्वर के बच्चे परमेश्वर की दास को एक मदद किया जाएगा तो ദൈവദാസന്റെ ഭാര്യയെ പിള്ളേരും കൂടെ സംഘടിക്ക് ഇപ്പൊ നല്ല ഡ്രസ് എടുക്കണം. हमें जो पासवान के पत्नी और बच्चे हैं वो तुरंत वो लेकर अच्छा वस्त्र लेने के लिए जाते हैं। ദൈവനാമത്തിന് വേണ്ടി കിട്ടിയതായ നന്മ കൊണ്ട് ഓടി ജവളിക്കടയിൽ പോവും, മുഴുവൻ മേടിച്ചോടിഞ്ഞു വരും. हाँ, परमेश्वर के नाम के लिए दिया हुआ पैसा लेके पूरा जो कपड़ा का दुकान में जाके पूरा कपड़ों को खरीद करके लेके आता है। ഞാനിത് പറയുമ്പോ റോസ്മ ജോർച്ചാനൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞത് സത്യമാ. ഇത്രയും 10-42 വർഷത്തെ സഭാപരിചയം ഉണ്ടല്ലോ. കർത്താവിന് സ്തോത്രം. അന്നേരം അത് തീർത്തേ മാറത്തുള്ളൂ. उसी समय वो पूरा खर्च करके खत्म किया जाता है। ദൈവവേലയ്ക്കല്ലയോ തന്നത്? परमेश्वर का सेवकाई के लिए दिया गया ना, അതത്രയും നിൽക്കട്ടെ. वो वहां पर रोकता हूँ। 24-ാം വാക്യം വന്നപ്പോൾ, जब हमें 24वां आयत में आने के समय, യഹോവ അതിനെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. यहोवा तुझे आशीष दे और तुझे रक्षा करे। യഹോവ തിരുമുഖത്തിന്റെ മേൽ പ്രകാശിപ്പിച്ചു നിന്നോട് കൃപയുണ്ടാകുമാറാകട്ടെ. यहोवा तुझ पर अपने मुख का प्रकाश चमकाए और तुझ पर अनुग्रह करे। യഹോവ തിരുമുഖത്തിന്റെ മേൽ ഉയർത്തി നിനക്ക് സഹായം നൽകുമാറാകട്ടെ. और यहोवा अपना मुख का तेरी ओर करे और तुझे शांति दे। ഈ വാക്യമാണ് നമ്മൾ വായിച്ച 20-ാം സങ്കീർത്തനത്തില്. ये हम भजन संगीता 20वां अध्याय में पढ़ा है। അപ്പൊ 20-ാം സങ്കീർത്തനം വായിച്ചു വിടാൻ എളുപ്പമാ. जो 20वां भजन संगीत पढ़ के छोड़ने के लिए एकदम आसान है। ദൈവത്തിന് കൊടുക്കാനുള്ളത് ദൈവത്തിന് കൊടുത്തതിന് ബാക്കി മാത്രമേ ഉപയോഗിക്കാവൂ. परमेश्वर को जो देना है पूरा देने की बात, बाकी जो है आप इस्तेमाल किया जाए। മോശ പറഞ്ഞുടനെ ആ ജനം അത് അംഗീകരിച്ചു. मूसा ने जो बोला है जो लोग वो अंगीकार किया। അംഗീകരിച്ചത് കൊണ്ട് മോശ യഹോവയുടെ സന്നിധിയിൽ അവരെ അനുഗ്രഹിച്ചു പറയുകയാണ്. अगर जो अंगीकार किया है इसी कारण मूसा जो परमेश्वर के सामने खड़ा होकर ये बातें कहते हैं। ദാവീദിന്റെ കാലത്തും ഇങ്ങനെ ജനം ഔദാര്യമായി ഒരുപാട് കൊണ്ടുവരുവാൻ തുടങ്ങി. दाऊद का समय भी लोग ऐसा ही जो हमें दान ले आने लगा उधार से। എന്നിട്ട് ദാവീദ് ഒരു കാര്യം കൂടെ പറഞ്ഞു. तब दावीद ने एक बात ऐसा कहा है,
ഇത് മുഴുവൻ ജനം കൊണ്ടുവന്നതാ. ഞാൻ എന്റെ ഭണ്ഡാരത്തിലെ എടുത്തു കൊടുക്കുകയാണ് ദൈവത്തിന്റെ ആലയത്തിന്റെ പണിക്ക് വേണ്ടി. हाँ, ये सब लोगों ने ले आया है, इसलिए मेरा भंडार से ये निकाल कर मैं परमेश्वर का भवन का बनाने के लिए मैं ये दे देता हूँ। അപ്പോൾ മോശ പറഞ്ഞ ന്യായപ്രമാണത്തിലെ ഭാഗങ്ങൾ ദാവീദ് എടുത്തു. मूसा ने जो व्यवस्था में बोला हुआ वचनों को दावीद ने ले लिया। ദാവീദ് അതുകൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ്, दावीद लेकर ऐसा कहते हैं कि യഹോവ കഷ്ടകാലത്ത് നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ. आमीन, संकट के दिन यहोवा तेरी सुन ले। ദൈവജനത്തിന് കഷ്ടതയും കഷ്ടകാലവും ഉണ്ട്. परमेश्वर के लोगों के लिए संकट और संकट के दिन आते हैं। ഇന്ന് കഷ്ടത വരുമ്പോ നേരെ ആശുപത്രിയിലോട്ടാ ഓടുന്നത്. आज जब संकट आने के समय सीधा हॉस्पिटल में भाग जाता है। ഒടുവിൽ കയ്യിലെ മുഴുവൻ തീർന്നു കഴിയുമ്പോ പിന്നെ പിരിവെടുക്കാൻ തുടങ്ങും. फिर हाथ का पैसा पूरा खर्च होने की बाद फिर जो दूसरे से पैसा इकट्ठा करना शुरू हो जाता है। എന്നാൽ എന്റെ ദൈവത്തിന്റെ വചനം പറയുന്നു, കഷ്ടകാലത്തിന് യഹോവ നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ. लेकिन मेरे परमेश्वर के वचन ये कहा जाता है कि संकट के दिन यहोवा तेरी सुन ले। നീ രോഗിയായി കിടക്കുമ്പോൾ നിനക്ക് സഹായമായി കർത്താവ് ഒരുക്കി വരട്ടെ. तो जब रोगी हो जाएंगे वो बीमारी की अवस्था में प्रभु तुम्हारा बात पास आकर तुम्हें आशीष दे। നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ കാശില്ലാതെ വരുമ്പോ സഹായമായി കർത്താവ് വരട്ടെ. तुम्हारा बच्चों को पढ़ाने के लिए जब पैसा नहीं होता है उस समय परमेश्वर अपना सहायता लेके तुम्हारे पास आए। മക്കളുടെ വിവിധ വിവാഹം വരുമ്പോൾ സഹായവുമായി കർത്താവ് ഒരുക്കി വരട്ടെ. बच्चों का जब शादी आने के समय उसके लिए मदद के लिए परमेश्वर तुम्हारे पास आए। എനിക്ക് അനുഭവത്തിൽ നിന്ന് പ്രസംഗിക്കാനുള്ളൂ. मुझे केवल अनुभव से ही बातें कर सकता है। അതെന്റെ ഭാര്യയുടെ ശരീരക്ലേശം സംബന്ധിച്ച് നിങ്ങൾക്കറിയാം. मेरे अन्य भार्य- पत्नी की शारीरिक अवस्थाओं के बारे में आप लोग जानते हैं। എന്റെ മകളുടെ വിവാഹത്തിന് എന്റെ 5500 രൂപയേ ഉള്ളൂ. जब मेरे बेटी का शादी आया केवल मेरे पास 5,500 मेरे पास था। ഞാന് വീട് പണിയാൻ ആഗ്രഹിച്ചപ്പോൾ 265 രൂപ എന്റെ കയ്യിലുള്ളൂ. मेरा घर बनाने के लिए मैं शुरू करने के समय केवल मेरे पास 255 रुपया थे। അപ്പോൾ ഇവിടെ യാക്കോബിന്റെ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ. यहाँ पर कहते हैं कि याकूब का परमेश्वर का नाम तुझे ऊंचे स्थान पर नियुक्त करे। അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിനക്ക് സഹായം അയക്കുമാറാകട്ടെ. वह पवित्र स्थान में से तेरी सहायता करे സിയോന് നിന്നെ താങ്ങുമാറാകട്ടെ. और सियोन से तुझे संभाल ले നിന്റെ വഴിപാടുകളെ ഒക്കെ അവൻ ഓർക്കട്ടെ. और वह तेरे सब अन्न बलि को स्मरण करे നിന്റെ ഹോമയാഗം അവൻ കൈക്കൊള്ളുമാറാകട്ടെ. और तेरे होम बलि को भी ग्रहण करे। നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം നിനക്ക് നൽകട്ടെ. वह तेरे मन की इच्छाओं को पूरी करे നിന്റെ താല്പര്യമൊക്കെ അവൻ നിവർത്തിച്ചു തരുമാറാകട്ടെ. और तेरी सारी युक्ति को सफल करे। ഇങ്ങനെ മോശ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ചു എങ്കിൽ ऐसा मूसा ने इस्राएल लोगों को आशीष दिया है तो ദാവീദ് തന്റെ ജനത്തെ അനുഗ്രഹിച്ചു പറയുന്നത് അത് തന്നെയാണ്. दाऊद भी अपने लोगों को यही वचनों से आशीष देता है നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം നിനക്ക് നൽകട്ടെ എന്നാണ്. क्योंकि तेरे मन का इच्छाओं को वह पूरी करे। നിന്റെ താല്പര്യങ്ങളൊക്കെ നിവർത്തിച്ചു തരും. हमें तेरा जो कुछ इच्छा है वो सब कुछ वह पूरी करेंगे। നാം ഭാരപ്പെടേണ്ട കാര്യമില്ല. हम बोझ उठाने का जरूरी नहीं है। നാം വേദനിക്കേണ്ട കാര്യമില്ല. हम दर्द से होके रहना जरूरी नहीं है। ചെയ്യേണ്ടതുപോലെ ചെയ്തു വന്നാൽ നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി നിന്റെ മേലുണ്ടായിരിക്കും. जो करने के काम करने के रीति में अगर तुम करता रहेगा परमेश्वर का कृपा दृष्टि तुझ पर रहेगी। ലോകത്തിലൊന്നുമില്ല. हमारे लिए तो दुनिया में कुछ भी नहीं है। അത് ലോകത്തിന്റെ ശാസ്ത്രം കൊണ്ട് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്നെ കാട്ടിലും. हमें ये दुनिया का जो विषयों को हमें शास्त्र के द्वारा सबूत करने के लिए मुझसे बढ़कर आप लोग हो सकता है। അതിന്റെ ഒടുവിലത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. ഒടുവിലത്തെ വാക്യം ഇങ്ങനെ പറയുന്നു,
उसके आखिरी वचनों ऐसा कहते हैं कि യഹോവേ രാജാവിനെ രക്ഷിക്കണമേ. ये यहोवा आमे राजा को रक्षा करे. ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഉത്തരമരണമേ. जिस दिन हम पुकारे तो महाराज हमें उत्तर दे. നമ്മുടെ ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിക്കുമ്പോൾ അവകാശമുണ്ടെങ്കിൽ ക്ഷണസമയം കൊണ്ട് അവൻ മറുപടി തന്നിരിക്കും. हमें हम परमेश्वर के चरणों में जब प्रार्थना करने के समय हमारे लिए वह जरूरी है, परमेश्वर तुरंत हमें उत्तर देते हैं. നമുക്കറിയാം രണ്ടുപേര് പ്രാർത്ഥനയ്ക്ക് ആലയത്തിൽ പോയത്. हम जानते हैं 2 जन प्रार्थना करने के लिए परमेश्वर के भवन में गया हुआ. ഒരു മനുഷ്യൻ വലിയ നീളത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു. एक व्यक्ति उधर खड़ा होकर बड़े बड़े प्रार्थना किया है. എന്നാൽ മറ്റൊരുത്തൻ പ്രാർത്ഥിച്ചു, എനിക്ക് ഈ പറയുന്നത് ഒരു ഗുണവുമില്ല, എന്നോടൊന്ന് മനസ്സലിവ് കാണിക്കണമേ എന്ന്. लेकिन दूसरा ने ऐसा प्रार्थना की कि परमेश्वर मुझे बोलने के लिए कोई गुण मेरे पास नहीं है, आप मुझ पर तरस खाना. കാരണം അവൻ പ്രാർത്ഥിച്ചത് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും സത്യത്തിൽ നിന്നും പ്രാർത്ഥിച്ചതാണ്. क्योंकि वह अपना हृदय के अंदर से वो सच्चाई के द्वारा प्रार्थना किया है. ഹിസ്കിയാവ് ദീനം വന്ന് ചാകുമെന്ന് പറയുന്നത് ഒറ്റ വാക്ക് പ്രാർത്ഥിച്ചു, നീ എന്നെ ഒന്ന് ഓർക്കണമേ എന്ന്. हिजकिय्याह जब बीमार होके मरने का लायक था तभी उसने परमेश्वर से एक ही प्रार्थना किया, तू मुझे याद करना. ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. ദൈവം നിന്റെ ഭാഗം ക്ലിയർ ആണെങ്കിൽ ഒരു വാക്ക് പ്രാർത്ഥിച്ചാൽ നിന്റെ ദൈവമായ യഹോവ നിന്റെ അടുക്കൽ വരും. तेरा हृदय साफ है तो हमें सीधा चलते हैं, एक ही शब्द से तो प्रार्थना किया करे तो परमेश्वर तेरे पास आएंगे. ആകയാൽ ഈ ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. इसलिए हम परमेश्वर के बलवंत हाथों में हम समर्पण करेंगे. 20 സങ്കീർത്തനം വായിക്കുമ്പോൾ അതിന്റെ പശ്ചാത്തലം നമ്മൾ ഓർക്കണം. 20वां भजन संगीत पढ़ने के समय उसका लिखने के कारण के बारे में हमें जानकारी होना जरूरी है. ഈ വചനത്താൽ ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. इन वचनों से प्रभु हम सबको आशीष करे. അവസരം തന്ന